നിങ്ങളുടെ എല്ലാവരുടെയും ഫോണിൻ്റെ അകത്ത് വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും അല്ലാതെ ഒരുപാട് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 7 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആപ്പുകളാണ് നോക്കാൻ പോകുന്നത്. അത് മാത്രമല്ല എല്ലാം കിടിലം ആപ്പുകളാണ്. ഒന്നാമത്തെ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്മേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്പ് ബേസിക്കലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പലരും നേരിട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഫ്ലൈറ്റിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ സെക്യൂരിറ്റി ചെക്കിന് നിൽക്കുന്ന സമയത്തായിരിക്കും അയ്യോ ചാർജർ എടുത്തില്ല, അയ്യോ കേബിൾ എടുത്തില്ല, അയ്യോ ടൈപ്പ് സി ടു ടൈപ്പ് സി എടുത്തില്ല എന്നൊക്കെ ഓർക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് തരം ട്രാവലാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങളെ പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പാണ് പാക്മേറ്റ്. ആപ്പ് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു ട്രാവൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്. ആ പ്ലസ് ഐക്കൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടേക്കാണ് തള്ളി പിടിച്ച് പോകണമെന്ന് നമുക്കവിടെ കൊടുക്കാം. ഞാൻ യമനിലോട്ടാണ് ഇപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത്. ഓക്കെ. ആൻഡ് ട്രിപ്പിൻ്റെ കാറ്റഗറി, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ട്രിപ്പിൻ്റെ കാറ്റഗറി എന്ത് തരം ട്രിപ്പാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കണം. ഫാമിലി വിസിറ്റ് ആണോ, ബിസിനസ് ട്രിപ്പാണോ, അഡ്വഞ്ചർ ആണോ, കൾച്ചറൽ ആണോ, ബീച്ച് ഹോളിഡേ ആണോ, വെൽനസ് ആണോ, എഡ്യൂക്കേഷനിലാണോ. ഇപ്പോൾ എൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മോസ്റ്റ്ലി ബിസിനസ് ട്രിപ്പുകളായിരിക്കും. അപ്പോൾ ബിസിനസ് സെലക്ട് ചെയ്തു, സ്റ്റാർട്ട് ടു എൻഡ് ഡേറ്റ് എടുത്തു, അതായത് എത്ര ദിവസം ഉണ്ടെന്ന് കൊടുക്കാം, എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കാം. ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഉള്ള ചെക്ക് ലിസ്റ്റുകളാണ് അവിടെ തരാൻ പോകുന്നത്. വീണ്ടും നമുക്കൊരു പ്ലസ് ഐക്കൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോർമൽ വെയേഴ്സ് 7 എണ്ണം വേണം, എസെൻഷ്യൽസ് 5 എണ്ണം ഉണ്ട്, അതെന്തൊക്കെയാണ്, ക്ലോത്ത്സ് എത്ര എണ്ണം വേണം, ഡോക്യുമെൻറ്റ്സ് എത്ര എണ്ണം വേണം, ഇലക്ട്രോണിക്സ് 5 എണ്ണം വേണ്ടി വരും, എൻ്റർടൈൻമെൻറ്റിന് 5 സാധനങ്ങൾ വേണ്ടി വരും, അതുപോലെ തന്നെ ഫുഡ് 5 എണ്ണം വേണ്ടി വരും, ഹെൽത്ത് 5 എണ്ണം വേണ്ടി വരും. ഇപ്പം പൈസയുടെ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ക്യാഷ് വേണ്ടി വരും, ഡെബിറ്റ് കാർഡ് വേണ്ടി വരും, ട്രാവൽ കാർഡ് വേണ്ടി വരും, എമർജൻസി കോൺടാക്റ്റ് വേണ്ടി വരും, വാളറ്റ് വേണ്ടി വരും. ഇതെല്ലാം നമുക്ക് അതിനകത്ത് കാണിക്കും. അപ്പോൾ നിങ്ങളുടെ പർപ്പസിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാക്ക് ചെയ്യാൻ പറ്റും. സോ അടുത്ത തവണ നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ പാക്മേറ്റ് ഡൗൺലോഡ് ചെയ്യുക, വൺ ഓഫ് ദ ബെസ്റ്റ് ആപ്പ്. ആൻഡ്രോയിഡ് ഫോണിൻ്റെ അകത്തും ഐഫോണിൻ്റെ അകത്തും ഓൾറെഡി ഇൻബിൽഡ് ആയിട്ടുള്ള സ്പാം കോൾ ഡിറ്റക്ഷൻ ഒക്കെ ഉണ്ട്. എന്നാൽ ചില നമ്പറുകൾ സ്പാം കോൾ ആണെങ്കിൽ ഇത് ഡിറ്റക്ട് ചെയ്യൂല. അപ്പോൾ അങ്ങനെയുള്ള ഫോണുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അടുത്ത ആപ്പ്, സ്പാം ബ്ലോക്കർ. ഈ ആപ്പ് ആക്ച്വലി ഗൂഗിൾ പ്ലേ സ്റ്റോറിലില്ല, F-Droid നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അതുമില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു ഡ്രൈവ് ലിങ്ക് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ആ ഡ്രൈവ് ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. സോ ഈ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പെർമിഷൻസ് കുറേ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പെർമിഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കോളിൻ്റെയും ആ നമ്പറിൻ്റെയും പാറ്റേൺ അനുസരിച്ച്, ആ നമ്പർ വിളിക്കുന്ന രീതി അനുസരിച്ച് മേ ബി നിങ്ങൾ തുടർച്ചയായിട്ട് അടുപ്പിച്ച് 5 തവണ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ അയാളും ഈ സ്പാമിൻ്റെ ലിസ്റ്റിൽ കയറിപ്പെടും. അപ്പോൾ ആപ്പ് ഓപ്പൺ ആക്കി കഴിയുന്ന സമയത്ത് നമുക്ക് അവിടെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ കോൺടാക്റ്റിലുള്ള കോളുകളെ നിങ്ങൾക്ക് സ്പാമിലേക്ക് ആക്കണമോ, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വിളിക്കുന്ന ആളുകളെ നിങ്ങൾ സ്പാമിലേക്ക് ആക്കണമോ, ഡയൽഡ് നമ്പറിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് സ്പാമിലോട്ട് ആക്കണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പിൽ നിന്നുള്ളതാക്കണോ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ആൻഡ് എന്ത് തരം ബ്ലോക്കിംഗ് ആണ് നമുക്ക് വേണ്ടതെന്നുള്ളതും ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യാം, സൈലൻ്റ് ആക്കി വെക്കണമെന്നുണ്ടെങ്കിൽ സൈലൻ്റ് ആക്കാം, ആൻസർ ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നെ വിളിച്ച സ്പാം കോൾ എന്ന് പറഞ്ഞാൽ അതിലാണെന്ന് കരുതിക്കോ. അപ്പോൾ അതിൽ എന്നെ നിരത്തി പിടിച്ച് 5 തവണ വിളിച്ച്, അപ്പോൾ ഞാനിവിടെ കൊടുക്കുകയാണ് ആൻസർ ആൻഡ് ഹാങ് അപ്പ്. അതായത് 5 തവണ അതിൽ തുടർച്ചയായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ 6ാമത്തെ തവണ അവൻ എന്നെ വിളിക്കുന്ന സമയത്ത് അവൻ്റെ കോള് ഓട്ടോമാറ്റിക്കലി എൻ്റെ ഫോൺ എടുത്തിട്ട് കട്ട് ചെയ്ത് കളയും. സൂപ്പർ അല്ലേ? അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, സൂപ്പറാണ്. 3ാമത്തെ ആപ്പ് എഡ്ജ് കൺട്രോൾ. ഇത് ആക്ച്വലി നമ്മുടെ ഫോണ് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ്. നിങ്ങൾക്ക് 2 എഡ്ജ് ഉണ്ടല്ലോ നമ്മുടെ ഫോണിൻ്റെ, ആ 2 എഡ്ജിലും 2 പർപ്പസ് കിട്ടും. ഒന്ന് നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും, ഒന്ന് വോളിയം കൂട്ടാനും കുറയ്ക്കാനും. എന്നാൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ OnePlusൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണാണ്. ഇതിനകത്ത് അൺഫോർച്ചുനേറ്റ്ലി എന്തുകൊണ്ടോ ബ്രൈറ്റ്നസ് ഓപ്ഷൻ വർക്ക് ആവുന്നില്ല. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ ഫിഗർ ഔട്ട് ചെയ്തിട്ട് ഞാനൊരു അപ്ഡേറ്റഡ് വീഡിയോ ഇടാം. എന്നാൽ നിങ്ങളുടെ ഫോണിലൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക, വർക്ക് ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണേ. ചുമ്മാ എണ്ണം തയ്ക്കാൻ വേണ്ടി ഇട്ടതാണ്. അടുത്ത ആപ്പാണ് ക്രൂ ക്യാച്ചർ. ക്രൂ ക്യാച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സാധാരണ ഗതിയിൽ ഞാൻ ഈ ഫോണൊക്കെ ഇവിടെയൊക്കെ ടേബിളിലൊക്കെ വെച്ചിട്ട് പോകാറുണ്ട്. അപ്പോൾ വെറുതെ ഇരുന്നിട്ടെങ്കിൽ ഈ കൈ ഇങ്ങനെ വെറുതെ ഇരിക്കില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, വിരുത്തന്മാരല്ലേ. അപ്പോൾ ഇവന്മാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് എൻ്റെ അനിയൻ എൻ്റെ ഫോണൊക്കെ എടുത്തിട്ട് അൺലോക്ക് ചെയ്യും. ഇങ്ങനെ അൺലോക്ക് ചെയ്യുന്ന കുരുത്തിരുമ്പ് പിടിച്ചവന്മാരെയൊക്കെ നമുക്ക് പൊക്കാൻ പറ്റും. ഇവർ നമ്മുടെ ഫോൺ അൺലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഫേസ് റെക്കഗ്നിഷൻ ആളെ റെക്കഗ്നൈസ് ചെയ്യാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുത്തങ്ങ് വയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് രാത്രി വന്നിട്ട് നോക്കാം നിങ്ങൾ ആരൊക്കെയാണ് അൺലോക്ക് ചെയ്തിട്ടുള്ളത്, ഇവനെയൊക്കെ തൂക്കുകയും ചെയ്യാം. അടുത്ത ആപ്പ് നെറ്റ് ഗാർഡ്. ഈ നെറ്റ് ഗാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ് കുറേ നാളായിട്ട് നിങ്ങൾ എല്ലാവരും തിരഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ചില ഗെയിമുകൾ കാണും, ആപ്പുകൾ കാണും, പക്ഷേ അതിനകത്ത് അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കും അല്ലേ. ഈ അഡ്വർടൈസ്മെൻറ്റിനെയൊക്കെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഒരു പരിപാടിയുണ്ട്. ഈ ആപ്പ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസും അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതിൽ ഏത് ആപ്പാണോ ഗെയിമാണോ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, അതിൻ്റെ തൊട്ടടുത്തായിട്ട് വൈഫൈയുടെ ഒരു സിമ്പലും അതുപോലെ തന്നെ മൊബൈൽ നെറ്റ്വർക്കിൻ്റെ ഒരു സിമ്പലും കാണാൻ പറ്റും. ആ 2 ഐക്കണിൽ അമർത്തി കഴിയുന്ന സമയത്ത് അത് ഓറഞ്ച് കളറിലാവും. ദാറ്റ് മീൻസ് എപ്പോഴാണോ ഈ ഒരു ഗെയിമോ ആപ്പോ നിങ്ങൾ ഓപ്പൺ ആക്കുന്നത്, ഈ ആപ്പിലേക്ക് ഇൻ്റർനെറ്റ് കണക്ഷനോ വൈഫൈ കണക്ഷനോ ഒന്നും പോവില്ല. അതായത് മൊബൈൽ നെറ്റ്വർക്ക് ഗെറ്റ് ത്രൂ ആവില്ല.
അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്, അഡ്വർടൈസ്മെൻറ്റും വരില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ എനേബിൾ ചെയ്തുകൊണ്ട്, അതായത് ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ ആപ്പിനെ നമുക്ക് ഇൻ്റർനെറ്റ് കട്ട് ചെയ്ത് കളയാൻ പറ്റും. അതാണ് സാരം. കാരണം പൊതുവെ ആളുകൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഫോൺ ഫ്ലൈറ്റ് മോഡ് ആക്കിയതിന് ശേഷം ആപ്പ് ഉപയോഗിക്കും. അപ്പോൾ ഫ്ലൈറ്റ് മോഡ് ആക്കുമ്പോൾ നമ്മുടെ വാട്സപ്പ് മെസ്സേജ് വരില്ല, നമ്മുടെ ഇൻസ്റ്റഗ്രാം മെസ്സേജ് വരില്ല, ഗേൾ ഫ്രണ്ടിൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കോൾ വരില്ല, പ്രശ്നങ്ങളുണ്ട്. അത്രേ ഉള്ളൂ. അടുത്ത ആപ്പ് വൈഫൈ ടെസ്റ്റർ. ഇതൊരു കിഡിൽ ആപ്പാണ്. ആക്ച്വലി നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ എടുക്കുമ്പോൾ അവിടെ എവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായിട്ട് ഈ ആപ്പിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ വലുതായിട്ട് വിലയും കൊടുത്ത് കാണില്ല, ഇതിൻ്റെ ഐക്കൺ കാണുമ്പോൾ തന്നെ ഒരു തൊട്ടി ആപ്പായിട്ടൊക്കെ തോന്നും. പക്ഷേ ആപ്പ് കിഡിലാണ്. ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള വൈഫൈ കണക്ഷൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിനകത്ത് ഏത് വൈഫൈ ആണ് സെക്യൂർ, അത് നിങ്ങളുടെ വീട്ടിലുള്ള വൈഫൈ തന്നെ ആയിരിക്കാം, ആൻഡ് അത് ഹാക്ക് ചെയ്യാനായിട്ട് പറ്റുമോ, പോസിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ കുറച്ച് വൈഫൈ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒരു വൈഫൈ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് പ്ലേ ആവും. അത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു വൈഫൈ കണക്ഷനെ കുറിച്ചിട്ടുള്ള ഡേറ്റ കിട്ടും. അതായത് ഏതാണ് വെണ്ടർ, എത്ര ഡിസ്റ്റൻസിലാണ് ആ വൈഫൈ മോഡം ഇരിക്കുന്നത്, എത്രയാണ് സിഗ്നൽ ലെവൽ, പിന്നെ ഒരു ഓപ്ഷനാണ് ചെക്ക് ഫോർ വൾണറബിലിറ്റി. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വൈഫൈ കണക്ഷൻ നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുമോ, ഹാക്ക് ചെയ്യുന്നത് പോസിബിൾ ആണോ, സെക്യൂർ ആണോ ഇല്ലെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഫൈനലി കണ്ടുപിടിച്ചിരിക്കുകയാണ് എൻ്റെ വീട്ടിലുള്ള ഒരു വൈഫൈ പോലും സെക്യൂർ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വളരെ വിചിത്രമായിട്ടുള്ള കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള സത്യങ്ങൾ അറിയാനും സാധിക്കും. ഫൈനലായിട്ടുള്ള നമ്മുടെ ആപ്പ് പൂച്ചക്കുട്ടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് മിയോ എക്സ്പെൻസ് ട്രാക്കർ. ഈ ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞ സമയത്ത് നമുക്ക് എവിടേക്ക് എക്സ്പെൻസ് നമുക്ക് വരുമോ അതെല്ലാം നമുക്കിവിടെ ആഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ജൂലൈ മാസമാണല്ലോ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ പുറത്തുനിന്ന് പോയി ഫുഡ് കഴിച്ചെന്ന് വെച്ചോ, അവിടെ ഒരു പെൻസിലിൻ്റെ മാർക്കുണ്ട്. ആ പെൻസിൽ മാർക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഫുഡ് സെലക്ട് ചെയ്തു. ആ ഫുഡിന് എത്ര രൂപയായി, 3880 രൂപയുടെ ഫുഡാണ് ഞാൻ കഴിച്ചത്. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ ഈ മാസത്തെ എക്സ്പെൻസ് അവിടെ ആഡ് ആയി. ഒന്നുകൂടി നമ്മൾ പെൻസിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇൻകം എന്ന് പറഞ്ഞതിൻ്റെ മുകളിൽ സെലക്ട് ചെയ്യാൻ പറ്റും. അത് ക്യാഷ് ആയിട്ടാണോ കിട്ടിയത്, അല്ലെങ്കിൽ നമുക്ക് ബോണസ് ആയിട്ട് കിട്ടിയതാണോ, സാലറി ആണോ, എന്താണെന്നുള്ളത് അവിടെ ആഡ് ചെയ്ത് വെക്കാം. ആൻഡ് ഫൈനലി ബൈ എൻഡ് ഓഫ് ദ മന്ത് നിങ്ങളുടെ പോക്ക് വരവുകൾ അറിയാൻ പറ്റും. അതായത് വരവിനേക്കാൾ ചിലവുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊരു 2-3 മാസത്തിനകത്ത് ബാങ്ക്രപ്റ്റ് ആവും എന്നുള്ളതിൻ്റെ സൂചനയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഡിസൈഡ് ചെയ്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് 7 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരേക്കും ബൈ, ടാറ്റ.